എല്ലാവരെയും പാർട്ട് 2K24ന്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ആത്മവിശ്വാസം അഥവാ സെൽഫ് കോൺഫിഡൻസ് അല്ലെ. ഒരു കാര്യം നമുക്ക് മറ്റൊരാളുടെ മുഖത്ത് നോക്കി പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് ആത്മവിശ്വാസം. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ആത്മവിശ്വാസം എങ്ങനെ വളർത്തിയെടുക്കാം എന്നതിനെ കുറിച്ച് നമുക്ക് ക്ലാസ് എടുത്തു തരുന്നത് ഹൈസ്കൂൾ വിഭാഗം അധ്യാപികയായിട്ടുള്ള ഖദീജ ടീച്ചറാണ്. ഖദീജ ആനക്കരയാണ്. ടീച്ചറിനെ ഏറെ സ്നേഹത്തോട് കൂടിയിട്ട് ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നർമ്മം ചാലിച്ച ഒരുപാട് അറിവുകൾ കോർത്തിണക്കിയ ഈ ഒരു സെഷൻ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഖദീജത്തെ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ഖദീജത്ത. ഓക്കെ, താങ്ക് യു ഫാത്തിമ ഫോർ ഗിവിംഗ് ഗുഡ് വേർഡ്സ്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം അല്ലെ, അതിൽ എങ്ങനെയാണ് നമുക്ക് ആത്മവിശ്വാസം വളർത്തിയെടുക്കുക എന്ന ഒരു ക്ലാസ്സുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ഒരുപാട് പോയിന്റുകളോ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഞാനിങ്ങനെ പറയാ എന്നല്ല ഉദ്ദേശിക്കുന്നത്. നമ്മളെല്ലാവരും കൂടെ, കാരണം നമുക്കറിയാം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വളർത്തിയെടുക്കേണ്ട, എന്നാൽ നമ്മൾ പരിശ്രമിച്ചെങ്കിൽ മാത്രം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് സെൽഫ് കോൺഫിഡൻസ്. അത് ഞാൻ എന്റേത് മാത്രമല്ല, എന്റെ ചുറ്റുപാടുള്ള ആളുകളുടേതും കൂടെ വളർത്തിയെടുക്കാനായിട്ട് അങ്ങനെയാണല്ലോ നമ്മൾ വിചാരിക്കേണ്ടത്. കാരണം നമ്മൾ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ. അപ്പൊ ഏതായാലും എനിക്ക് ഈ അവസരം നൽകിയ എംപവർ 360 ഡിഗ്രി ലീഡേഴ്സിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഈ രംഗത്ത് എത്ര ഞാൻ വളർന്നാലും ആ വളർച്ച ഇവിടെ നിന്ന് തുടങ്ങിയതാണെന്ന് ഞാൻ എന്നും ഓർക്കും. ഏത് ഉയരങ്ങളിൽ എത്തുമ്പോഴും വന്ന വഴി മറക്കില്ല എന്ന ഒരു ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത്. എനിക്കറിയാം നിങ്ങളെല്ലാവരും തന്നെ നല്ല ആത്മവിശ്വാസത്തോടു കൂടി, അതായത് സെൽഫ് കോൺഫിഡൻസോട് കൂടി തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. ഓരോരുത്തരുടെ മുഖത്തും അത് തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. ഞാനിപ്പോ നിങ്ങളോട് ചോദിക്കുകയാണ്, എന്താണ് സെൽഫ് കോൺഫിഡൻസ് എന്ന് ചോദിച്ചാൽ ഫാത്തിമ ഒന്നും മറുപടി പറഞ്ഞു നോക്കുവോ? എന്താണ് നിന്റെ ഒരു കാഴ്ചപ്പാടിൽ എന്താണ് സെൽഫ് കോൺഫിഡൻസ്? എനിക്ക് തോന്നുന്നു നമ്മള് ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ ചില ടെക്നിക്കൽ എറേഴ്സ് വരാൻ സാധ്യതയുള്ളത് കൊണ്ട് നമുക്ക് പറയാം, നമ്മുടെ പരിശ്രമം കൊണ്ട് നാം നേടിയെടുക്കുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള, അതായത് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്ന് തീരുമാനിക്കുന്ന ചില കാര്യങ്ങളെ കൂട്ടിച്ചേർത്ത് നമുക്ക് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയാം അല്ലേ. അപ്പൊ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ എങ്ങനെയായിരുന്നു? നമുക്കറിയാം, നമ്മളെല്ലാം ജനിച്ചത് വളരെ സന്തോഷത്തോടു കൂടിയാണ്. കാരണം എന്താണെന്നറിയോ? നമുക്ക് ആ സമയത്ത് സന്തോഷമോ ദുഃഖമോ എന്താണെന്നൊന്നും നമുക്ക് അറിയില്ലെങ്കിലും നമ്മളെ കാത്തിരിക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ പല നാട്ടിൽ ജനിച്ചു, പലരുടെ മക്കളായി ജനിച്ചു. പക്ഷെ എല്ലാവരെയും വളരെ സന്തോഷത്തോടെ തന്നെയാണ് അവരെല്ലാം കാത്തിരുന്നത്. അങ്ങനെ നമുക്ക് അന്നറിയുന്നത് എന്താണ്? ആകെ എന്തായിരുന്നു അറിയാം? കരയാൻ മാത്രം അല്ലേ. ജനിച്ചപ്പോ നമുക്ക് കരയാൻ മാത്രമല്ലേ അറിയുള്ളൂ. ഇപ്പൊ നമ്മളിങ്ങനെ നിൽക്കുന്നുണ്ട്, വളരെ ആത്മവിശ്വാസത്തോടെ സന്തോഷത്തോടെ ഒക്കെ നിൽക്കുന്നുണ്ട്. ഇല്ല, ചിലപ്പോഴെങ്കിലും നമ്മള് പിന്നെ ചില വിഷമങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അന്ന് നമ്മളെല്ലാം ജനിച്ചത് ഇവിടെ കിട്ടുന്ന എല്ലാ എനർജിയും ഏറ്റെടുക്കാൻ തയ്യാറാകുന്ന രീതിയിൽ തന്നെയാണ് നമ്മളെയൊക്കെ ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പൊ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് അന്ന് കരയാനേ അറിയുള്ളൂ. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ചില മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ വന്നു തുടങ്ങി. അതായത് ചില പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ ചുറ്റുപാടുള്ളവർ നമ്മളെ നോക്കി അവര് സന്തോഷിച്ചു, ചിരിച്ചു അല്ലെ. അങ്ങനെ ചിരിയും കളിയും തമാശകളുമായി നമ്മളിങ്ങനെ വളർന്നു വന്ന ആദ്യമൊക്കെ നമ്മള് പലതവണ വീണാണല്ലോ നമ്മളൊക്കെ നടക്കാൻ പഠിച്ചത്. ഈ വാക്ക് നമ്മൾ എപ്പോഴും കേട്ടതാണ്, ആണല്ലോ ഇല്ലേ? എല്ലാവർക്കും കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കുന്നുണ്ട്. ഉണ്ട്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും വീഴാതെ ഓടി നടന്നവർ ആരെങ്കിലും ഉണ്ട് ഗ്രൂപ്പിൽ? അങ്ങനെ ഉണ്ടെങ്കിലും ഒന്ന് പറഞ്ഞ്. ഒരിക്കൽ പോലും വീഴാതെ നടന്നതാണ് ഞാനെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും നമ്മളൊക്കെ വീണിട്ടുണ്ട് അല്ലെ. വീണെടുത്തുനിന്ന് തന്നെയാണ് നമ്മൾ എഴുന്നേറ്റ് നിന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഈ നിൽപ്പിന് ഇത്ര ഉറപ്പുള്ളതും. വീഴാതെ നമ്മളൊക്കെ നിന്നിരുന്നെങ്കിൽ ചിലപ്പോ അങ്ങനെ ഇത്രയും ശക്തമായ രീതിയിൽ നമ്മളാരും അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജീവിത ലെവലിൽ നമ്മൾ നിൽക്കില്ലായിരുന്നു. അങ്ങനെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? വീട്ടിൽ ഓടി ചാടി കൂട്ടുകാരുടെ കൂടെ ഒക്കെ കളിച്ചു.
എന്നൊക്കെ ചെയ്തിട്ട് പിന്നെ നമ്മൾ ഒരു പുതിയ സ്ഥലത്തേക്ക് പോവുകയായിരുന്നു, ഒരു സ്കൂളിലേക്ക് അല്ലെ. സ്കൂളിൽ പോയി നമ്മൾ ഒരു പുതിയ അന്തരീക്ഷത്തിലായി. ടീച്ചേഴ്സിനെ കണ്ടു, കൂട്ടുകാരെ കണ്ടു. ആ കൂട്ടുകാരും ടീച്ചേഴ്സും എല്ലാം നമുക്ക് നൽകിയ ഒരു സപ്പോർട്ട് ഉണ്ട്. ആദ്യ സമയങ്ങളിൽ, അതായത് ആദ്യ ക്ലാസ്സുകളിലൊന്നും നമുക്ക് ആരുടെ സപ്പോർട്ട് ആവശ്യമില്ല. കൂട്ടുകാരുടെ സപ്പോർട്ടിനെ കുറിച്ച് നമ്മൾക്ക് വല്ലാതെ ബോധേഡ് അല്ല. എന്നാൽ അന്നൊക്കെ നമ്മളെ ആര് സപ്പോർട്ട് ചെയ്തു? അന്ന് ടീച്ചറാണ് നമ്മളെ സപ്പോർട്ട് ചെയ്തത്. നമുക്ക് ഓർമ്മയില്ലേ, ആദ്യമായിട്ട് നമ്മളൊരു അക്ഷരം എഴുതിയപ്പോ ടീച്ചർ നമുക്ക് ഇട്ട് തന്ന ഒരു മാർക്ക് അല്ലെങ്കിൽ സ്റ്റാർ, എന്ത് സന്തോഷമായിരുന്നു അല്ലേ അത്. അന്ന് ഇത് സെൽഫ് കോൺഫിഡൻസ് വളരുകയാണ്, അതൊന്നും അറിഞ്ഞിട്ടൊന്നുമല്ല. എന്നിരുന്നാലും പിന്നെ പിന്നെ പല തരങ്ങളിലുള്ള സപ്പോർട്ടുകൾ നമുക്ക് കിട്ടി. ആദ്യം നമ്മുടെ ടീച്ചർ നമ്മളെ സപ്പോർട്ട് ചെയ്തു, പാരന്റ്സ് സപ്പോർട്ട് ചെയ്തു. പിന്നെ നമുക്ക് ടീച്ചേഴ്സിന്റെ സപ്പോർട്ട് മാത്രം മതിയാവാതെ വന്നു ഇല്ലേ? നിങ്ങൾക്ക് പിന്നെ ടീച്ചേഴ്സിന്റെ സപ്പോർട്ട് മാത്രം മതിയോ? ആരുടെ സപ്പോർട്ടാ വേണ്ടത്? അല്ല, ടീച്ചറിന്റെയും സുഹൃത്തിന്റെയും സമൂഹത്തിന്റെയും ആ ഒക്കെ നമുക്ക് യെസ് അല്ലേ. പിന്നെ നമുക്ക് വേണ്ടി വന്നത് ടീച്ചേഴ്സിന്റെ സപ്പോർട്ട് വന്നു. പിന്നെ അതിനേക്കാൾ അധികം നമ്മുടെ ചങ്ക് ബ്രോസ് അല്ലേ, നമ്മുടെ ചങ്കുകൾ, അവരാണ് പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത്. അതും കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ പല രീതിയിലേക്ക് നമ്മുടെ ചിന്തകളും ശാരീരിക വ്യത്യാസങ്ങളൊക്കെ വന്നു തുടങ്ങിയപ്പോൾ നമ്മുടെ സന്തോഷങ്ങളൊക്കെ വേറെ തലങ്ങളിലേക്ക് മാറാൻ തുടങ്ങി. അന്ന് നമ്മളെ ചിലപ്പോൾ പ്രത്യേകം ആരെങ്കിലും ശ്രദ്ധിക്കണം എന്നും നമുക്ക് തോന്നി തുടങ്ങി. ഇതൊക്കെ ക്വൈറ്റ് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അന്നൊക്കെ നമുക്ക് ഇങ്ങനെ തോന്നുക, നമ്മളിപ്പോ ഇങ്ങനെ പിന്നെ ഇങ്ങനെ നടന്നിങ്ങനെ നീങ്ങുമ്പോ ആരെങ്കിലൊക്കെ നമ്മളെ ജസ്റ്റ് ഒന്ന് നോക്കുന്നുണ്ടെങ്കിൽ, ആ ഞാൻ മോശമില്ല കേട്ടോ, ഞാനും കൊള്ളാം എന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടായി. ഇതും എന്തായിരുന്നു? സെൽഫ് കോൺഫിഡൻസിന്റെ ഭാഗം തന്നെയായിരുന്നു. അതും കഴിഞ്ഞ് നമ്മളെ വീട്ടിൽ പലരും അംഗീകരിക്കാൻ തുടങ്ങി. അതോടൊപ്പം പലരും നമ്മുടെ വീട് വിട്ട് മറ്റൊരു വീട്ടിലേക്ക് താമസം മാറേണ്ടി വന്നു. ആരുടെയെങ്കിലും വൈഫായിട്ട്, അല്ലെങ്കിൽ നമ്മള് ജോലിയുടെ ഒക്കെ ഭാഗമായിട്ട് ഹസ്ബൻഡായി. അപ്പൊ നമ്മൾ വേറൊരു തലത്തിൽ നമ്മളെ ഒരാൾ അംഗീകരിക്കേണ്ടി വന്നിട്ടുണ്ട് അല്ലെ. എന്നിട്ട് നമ്മളോടൊക്കെ ആദ്യമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, നമ്മൾ പുതിയ ആളാണല്ലോ, അപ്പൊ നമ്മളെ മോശമാക്കണ്ടെന്നൊക്കെ കരുതിയിട്ട് നമ്മൾ കൊടുത്ത ഒരു കട്ടൻ ചായയൊക്കെ ഒന്നും ആലോചിക്കേണ്ട. പക്ഷെ എന്നാലും അതൊക്കെ കൊടുത്തപ്പോ സൂപ്പർ, ഗുഡ് എന്നൊക്കെ നമ്മളോട് കൊള്ളാട്ടോ, ഞാൻ ഇതുവരെയും കഴിച്ചു ഇതുപോലൊരു കട്ടൻ ചായ കുടിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇതുപോലൊരു ചായ പാലൊക്കെ ഇട്ട് നല്ല അടിപൊളി ഒരു ചായ ഒക്കെ ഉണ്ടാക്കി കൊടുത്തപ്പോ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോ ആ പുള്ളി നമ്മളെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ട് പറഞ്ഞതായിരിക്കും. എന്നാലും നമ്മളെന്ത് ചെയ്യാൻ തുടങ്ങി? അതോടെ നമ്മൾ പരീക്ഷണം തുടങ്ങി. പിന്നെ ആ പാവത്തിന്റെ ഗതികേട് ഒന്നും നോക്കണ്ട. ഏതായാലും അങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ ജീവിതം ഇതുവരെ എത്തിച്ചു. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ പലതരത്തിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു, കോൺഫിഡൻസ് ലെവൽ ഉണ്ടായി. ഇനി നമുക്ക് പ്രത്യേകമായിട്ട് ചില കോൺഫിഡൻസ് ലെവലുകൾ അല്ലെങ്കിൽ നമ്മുടെ ആത്മവിശ്വാസം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിനെ കുറിച്ച് പ്രത്യേകമായി പഠനം നടത്തുകയോ അല്ലെങ്കിൽ ശ്രദ്ധിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ ചില പോയിന്റുകളിലൂടെ പോകേണ്ടി വരുന്നത്. നമുക്കൊന്ന് നോക്കിയാലോ, എന്തൊക്കെ പോയിന്റുകളാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, അതായത് സെൽഫ് കോൺഫിഡൻസ് ആയിട്ടുള്ള ഒരാൾക്ക് എന്തൊക്കെ പ്രത്യേകതകളാണ് ഉണ്ടാവുക അല്ലേ. അവരാദ്യം ചെയ്യേണ്ടത് ഒരു നല്ല ഫിസിക്കൽ അപ്പിയറൻസ് ഉണ്ടാവണം. അപ്പൊ ഇനി നാളെ മുതൽ ഞാന് കടയിൽ പോയിട്ട് ഇച്ചിരി ഫെയർ ആൻഡ് ലവ്ലി ഒക്കെ മേടിച്ച്, അപ്പുറത്തെ കടയിൽ പോയിട്ട് നല്ല 2 ഡ്രസ്സൊക്കെ മേടിച്ച്, എന്റെ കയ്യിലിരിക്കുന്ന കാശ് പോയാലും വേണ്ടില്ല, സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കാം എന്നല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമുക്ക് ചേർന്ന ഒരു രീതിയുണ്ട്, അതായത് നമ്മുടെ ഒരു ഫിസിക്കൽ സ്ട്രക്ചർ ഉണ്ട്. ആ രീതിയിൽ ഇപ്പൊ ചില ആളുകൾ നല്ല മെലിഞ്ഞിട്ടായിരിക്കും, ചില ആളുകൾ നല്ല പോലെ വെയിറ്റ് കൂടിയിട്ടുള്ളവരൊക്കെ ആയിരിക്കും. പലരും പല തരത്തിലാണ് ഉണ്ടാവുക. പക്ഷെ നമുക്ക് ചേർന്നൊരു ലെവലുണ്ട്, അതായത് നമ്മൾ വിശ്വസിക്കുന്ന ഞാൻ എങ്ങനെയായിരിക്കണം എന്ന് എനിക്കൊരു തോന്നലുണ്ട് അല്ലേ. അത് എപ്പോഴാണ് നമുക്ക് മനസ്സിലാകാൻ? നമുക്ക് സ്വന്തമായിട്ടും തോന്നും, അതോടൊപ്പം നമ്മളോട് ഏറ്റവും അടുത്തുള്ള ആളുകൾ നമ്മളോട് ചിലപ്പോൾ പറയും, നീ ഇങ്ങനെ ആയാൽ കൊള്ളാം കേട്ടോ എന്ന്. അപ്പൊ നമ്മൾ ഈ പറയുന്നത് മുഴുവൻ നമ്മൾ അങ്ങ് അതേപോലെ അങ്ങ് എടുക്കണമെന്നല്ല പറയുന്നത്. എങ്കിൽ പോലും നമ്മളൊന്ന് നോക്കുക, അതെ അല്ലേ, ഇവർ പറഞ്ഞത് ശരിയാണ്. എന്നാൽ നമുക്ക് ചിലപ്പോ പിന്നെ നമ്മുടെ ഒരു ഡ്രസ്സിങ്ങും കാര്യത്തിലൊക്കെ ചെറിയൊരു മാറ്റമൊക്കെ വരുത്തിയാൽ നമ്മൾ ഇച്ചിരി കൂടെ നല്ലതായിരിക്കും. കാരണം നമ്മളൊരു പ്രദേശത്ത്, അല്ലെങ്കിൽ നമ്മളൊരു ക്ലാസ് എടുക്കാനോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ ഒക്കെ പോയിട്ട് അവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡില് അയ്യേ ഇന്ന് ഈ കോസ്റ്റ്യൂം പോരാ, അല്ലെങ്കിൽ ഈ ഡ്രസ്സിങ് പോരാ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു വിശ്വാസം അങ്ങനെ ചോർന്ന് ചോർന്ന് പോകുന്ന പോലെ. അപ്പൊ ചിലപ്പോ നമ്മൾ അതിൽ തന്നെ ഇങ്ങനെ ചിന്തിക്കും. അപ്പൊ നമ്മുടെ പിന്നെ ഒരു സന്തോഷം ഒരു പരിധിവരെ, എന്ന് വെച്ചാൽ ഇതിങ്ങനെ മുഴുവനായിട്ട് പോകും എന്നല്ല പറയുന്നത്, എന്നാൽ ഒരു ചെറിയ രീതിയിലൊക്കെ അത് കുറയും. അപ്പൊ അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊരു
കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ലൊരു ഡ്രസ്സ് ധരിച്ച് നല്ലൊരു ചെരുപ്പ് ധരിച്ച് നമ്മളൊരു സ്ഥലത്തേക്ക് അങ്ങ് കയറി ചെല്ലുമ്പോൾ അതിനൊരു എടുപ്പുണ്ട്. ആ ലെവലിൽ അപ്പൊ നമുക്ക് ഫിസിക്കൽ സ്ട്രക്ചർ അല്ലെ, ഈ ഫിസിക്കൽ സ്ട്രക്ചർ മീൻസ് ഫിസിക്കലി ഒരു നമ്മളെ കാണുമ്പോൾ എങ്ങനെയാണോ ഉണ്ടാവേണ്ടത് അങ്ങനെ. അപ്പൊ അത് വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് ചില മാർഗങ്ങളുണ്ട്. നല്ല എക്സസൈസുകൾ ചെയ്യുക. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് എക്സസൈസ് ഒക്കെ ചെയ്ത് പിന്നെ നമ്മൾ അങ്ങ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് നല്ലൊരു ഉന്മേഷം നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും. ആ ഉന്മേഷം തന്നെയാണ് വൈകുന്നേരം വരെ നമുക്ക് നിലനിർത്താനായിട്ട് പറ്റുക. പിന്നെ അതോടൊപ്പം നമ്മുടെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ അതൊക്കെ ആ ലെവലിൽ പോട്ടെ. രണ്ടാമത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പോസിറ്റീവ് തിങ്കിങ് അല്ലെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, പോസിറ്റീവ് സെൽഫ് ടോക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇല്ലേ, ഇപ്പൊ നമുക്കൊക്കെ നമ്മൾ എന്തായി തീരണം എന്നൊരാഗ്രഹമില്ലേ? ഒന്ന് പറഞ്ഞു നോക്കൂ മറിയം, നീ ഒന്ന് പറഞ്ഞേ, എന്താണ് നിന്റെ ജീവിതത്തിൽ ഒരാഗ്രഹം ഉള്ളത്, അല്ലെങ്കിൽ ആഗ്രഹിച്ചത് എന്താണ് നീ ആയി തീർന്നിട്ടുള്ളത്? ഒന്ന് പറഞ്ഞു നോക്കിക്കേ. കേൾക്കുന്നില്ല എനിക്ക് തോന്നുന്നു. ഏതായാലും വേറെ ആർക്കെങ്കിലും നമ്മൾ ആഗ്രഹിച്ചതൊക്കെ നമുക്ക് ആവാൻ പറ്റിയിട്ടുണ്ടോ, എങ്ങനെയാണ് ഒന്ന് പറഞ്ഞു നോക്കൂ. ആഗ്രഹിച്ചതാവാൻ പറ്റിയിട്ടുണ്ടോന്നാണ് ചോദിക്കുന്നത്? അതെ, അതായത് എല്ലാം ആവാൻ എന്നല്ല എങ്കിൽ പോലും കുറച്ചെങ്കിലും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആയിത്തീരാൻ കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ, ഇല്ലേ? ചില കാര്യങ്ങളിലൊക്കെ പലപ്പോഴും പറ്റിയിട്ടുണ്ടാവണം. ആ നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞു ആ കാര്യങ്ങളൊക്കെ വിചാരിക്കില്ലേ, ചില പറ്റിയിട്ടുണ്ടാവും. കിട്ടിയിട്ടുണ്ടാവില്ല. ഓക്കെ ആ ഓക്കെ. അപ്പൊ അത് അത് അങ്ങനെയാണല്ലോ ജീവിതം അല്ലേ, എനിക്ക് ഈ അപ്സും ഉണ്ടാവും പറഞ്ഞതുപോലെ ഡൗൺസും ഉണ്ടാവും. ആ എനിക്ക് ഈ പറഞ്ഞതുപോലെ ഓക്കെ. എന്താണ് എന്റേതായിട്ടുള്ള എന്തെങ്കിലും ഒരു കഴിവ് തെളിയിക്കണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു സ്കൂൾ സമയങ്ങളില്. ആ എന്താന്ന് വെച്ചാല് എന്നെ പലതിൽ നിന്ന് മാറ്റി നിർത്തായിരുന്നു ചെയ്തിരുന്നത്. ആ ആ സമയത്ത് എനിക്ക് കഥ പറയുന്നതിലൂടെ, പ്രസംഗം പറയുന്നതിലൂടെ ഒക്കെ എന്റെ കഴിവ് തെളിയിച്ച് സ്കൂളിൽ കുറച്ചൊക്കെ ഒരു മറ്റുള്ളവരുടെ ഇടയിൽ ഒരു എന്താണ് ഫാത്തിമ ഇങ്ങനെ ചെയ്യും എന്നൊരു പേര് ഇതാക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. യെസ് യെസ്. അപ്പൊ അതൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഫാത്തിമ നമ്മളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യാനും പോകുന്നത്, അല്ലെ? അപ്പൊ നമ്മള് എന്തായി തീരണം എന്ന് നമ്മളിങ്ങനെ ആഗ്രഹിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പോസിറ്റീവ് സെൽഫ് ടോക്ക് നമുക്ക് നടത്തണം, അല്ലെ? അപ്പൊ ഈ സെൽഫ് ടോക്ക് നമുക്ക് രാവിലെ എഴുന്നേറ്റിട്ട് അല്ലെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ നമ്മൾ സ്വസ്ഥമായിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് പറയാം, നമുക്ക് സ്വന്തം വിളിക്കാം. ഞാൻ IAS, ഖദീജ IAS, അല്ലെങ്കിൽ ഖദീജ ഇംഗ്ലീഷ് ടീച്ചർ, ഖദീജ അല്ലെങ്കിൽ ഷബ്ന ഒരു ഗുഡ് സിംഗർ എന്നൊക്കെ നമുക്ക് നമ്മളോട് ഇങ്ങനെ പറയാം. അത് വേറെ ആരും കേൾക്കണില്ലല്ലോ, നമുക്ക് നമ്മുടെ ആഗ്രഹമല്ലേ, അത് നമുക്ക് പറയാം. അങ്ങനെ ചിലപ്പോൾ പറഞ്ഞു പറഞ്ഞ് നമ്മൾ അത് ആയിത്തീരും, അല്ലേ? അങ്ങനെ ആയിത്തീരുന്ന ഒരു സമയം ഉണ്ടാവും. ഇനി ഇതുവരെയൊക്കെ പറഞ്ഞത് നമ്മൾ നമ്മുടെ കാര്യമാണെങ്കിൽ മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് നമുക്ക് എന്ത് പറയാം, നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും. മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അതിന് എന്ത് ചെയ്യേണ്ട, തിരിച്ചൊന്നും പ്രതീക്ഷിക്കുകയും വേണ്ട കേട്ടോ. ഇപ്പൊ ചിലരുണ്ടല്ലോ, പിന്നെ ഞാനേ ഒരു ജോലി നിനക്ക് വേണ്ടി ചെയ്യാം, അതിന് എന്ത് കിട്ടും എനിക്ക്, ഇല്ലേ? എപ്പോഴും അങ്ങനെ ഒരു നല്ല കാര്യങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാം. എന്നിട്ട് ഈ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുത്ത കാര്യങ്ങളിൽ അവർക്ക് സംതൃപ്തി ഉണ്ടാകുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് അവരുടെ മുഖത്ത് വിരിയുന്ന ഒരു ചിരിയുണ്ട്. അത് എന്ത് സൂപ്പറായിരിക്കും എന്നറിയോ, അതിൽ നമുക്ക് സന്തോഷം കണ്ടെത്താം. പലപ്പോഴും നമ്മളിങ്ങനെ നെഗറ്റീവ് തോട്ട്സുകൾ വരുന്ന എന്താണെന്നറിയോ, നമുക്ക് വേറെ പണിയൊന്നുമില്ല. ചുമ്മാ അങ്ങ് ഇരിക്കുമ്പോ നമ്മൾ ആലോചിക്കുക, എന്തിനായിരുന്നു അല്ലേ, എന്താ ഇപ്പോ ഞാൻ ഇങ്ങനെയൊക്കെ ആയി. ഇനിയിപ്പോ ചിലപ്പോ നമ്മൾ അങ്ങനെ തീരുമാനിക്കും, എന്നെ കൊണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്നുള്ള ഒരു നെഗറ്റീവ് ചിന്ത വരും. ഇതൊക്കെ എന്തുകൊണ്ടാ, നമുക്ക് സമയമുള്ളത് കൊണ്ടാണ്. അങ്ങനെ സമയത്തെ കൊല്ലേണ്ട കാര്യമില്ല. ആകെ 24 hours ആണ് ഒരു ദിവസം നമുക്കുള്ളൂ. അതിനകത്തോ നമുക്ക് കിടന്നുറങ്ങണ്ടേ, പാട്ട് കേൾക്കണ്ടേ, ഖദീജത്താ, ചിലപ്പോഴെങ്കിലും നമ്മുടെ ജോലി. ആ സൗണ്ട് ഇച്ചിരി ഹലോ. കുറഞ്ഞോ അതോ എനിക്ക് മാത്രമാണോ ഫീൽ ചെയ്യുന്നത്? ഇല്ലല്ലോ, സൗണ്ട് കുറഞ്ഞിട്ടില്ല. നോക്കാം. ഇപ്പൊ അപ്പൊ ഏതായാലും ഞാൻ ശ്രദ്ധിക്കാം. ഓക്കെ. അപ്പോ എന്തായാലും നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ഈ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് ശ്രമിക്കണം. അല്ലാതെ നമ്മുടെ ജന്മം ഇവിടെ എങ്ങനെ ജനിച്ചു ജീവിച്ചു ഇതുകൊണ്ടൊരു കാര്യമില്ല. അപ്പോഴൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയും കൂടെ ജീവിക്കുക. അടുത്തൊരു പോയിന്റ് നമുക്ക് ആലോചിച്ച് നോക്കിയാൽ എന്താ പറയാൻ പറ്റുമെന്നറിയോ, നമ്മുടെ കൂടെ മറ്റുള്ളവരുണ്ട് എന്നുള്ള ഒരു വിശ്വാസം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അതായത് നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട്, അതോടൊപ്പം അവര് എങ്ങനെയുള്ളവരാണെന്നും കൂടെ വേണം കേട്ടോ. ഞാൻ നമ്മളൊക്കെ കേട്ടൊരു കഥയുണ്ടല്ലോ, തവളയുടെ കഥ. നമ്മളെങ്ങനെ പിറകോട്ട്, അതായത് പൊട്ടക്കിണറ്റിലെ തവളയായിട്ട് എന്നും ഒരിടത്ത് കഴിയാനല്ല നമ്മൾ നിൽക്കേണ്ടത്. അതിനു പകരം
നമ്മളെ പോസിറ്റീവായിട്ട് മാറ്റുന്ന ചില ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം നമുക്ക് ഉള്ളതോടൊപ്പം നമ്മളെ നെഗറ്റീവായിട്ട് പിറകോട്ട് എന്ത് നീ ഇപ്പൊ ഈ മോട്ടിവേഷണൽ ക്ലാസ് ഒക്കെ എടുക്കാൻ പോയിട്ട് ഇതൊക്കെ ഇപ്പൊ ആര് കാണാനാ, അല്ലേ? അല്ലെങ്കിൽ ഇതൊക്കെ ഇതുകൊണ്ടൊക്കെ ഇപ്പൊ എന്താ കാര്യം, ഇതുപോലത്തെ കുറെ ക്ലാസ്സുകൾ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്, പിന്നെ നീ ഇപ്പൊ എന്താ ഇപ്പൊ അറിയാൻ പോണത് എന്ന് പറഞ്ഞ് നമ്മളെ പിന്തിരിപ്പിക്കുന്ന ചില പിന്തിരിപ്പന്മാരുണ്ടാവും. പക്ഷെ അവരിൽ നിന്ന് നമ്മൾ പതുക്കെ, അവരെ ഒന്നും വെറുപ്പിക്കേണ്ട, പതുക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഞാനിപ്പോ കുറച്ച് തിരക്കിലാണ്, അപ്പോ നമുക്ക് പിന്നെയൊക്കെ കാണാം എന്ന് പറഞ്ഞ് നൈസായിട്ട് അവിടെ അങ്ങ് ഊരിയേക്കുക, അല്ലെ? അങ്ങനെ ഊരിയിട്ട് നമ്മൾക്ക് കൂടെ ഉണ്ടാവുന്ന പലരും ഉണ്ട്, ഇല്ല? ചിലപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ളവരാവും, ചിലപ്പോൾ നമുക്ക് അറിയാത്ത ആളുകളും ആയിരിക്കാം. നമുക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ നിൽക്കുക. അപ്പൊ ഒരു കഥ പറഞ്ഞു തന്നാലോ? ഞാനൊരു കഥ പറയാം. ഒരു ഇടത്ത് ഒരു ബിസിനസ്സുകാരൻ ഉണ്ടായിരുന്നു. വളരെ ഫേമസ് ആയിട്ട് കച്ചവടങ്ങളൊക്കെ നടത്തി നല്ല ലെവലിൽ ഇങ്ങനെ പോവുകയാണ്. പക്ഷേ ചിലപ്പോൾ ജീവിതത്തില് പരാജയങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാതെ ഇങ്ങ് വരും. അങ്ങനെ അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ ചില തകർച്ചകൾ ഉണ്ടായി. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിൽ നിന്ന് ആളുകളെല്ലാം അകന്നകന്നു പോയി. അങ്ങനെയാണല്ലോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു പഴയ പാട്ട് കേട്ടിട്ടില്ലേ, ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോഴോ ആരാണ്ടാവുക? ആരും ഉണ്ടാവില്ല. ചിലപ്പോ 1-2 തവണയൊക്കെ ആരെങ്കിലൊക്കെ പറയും, നീ വിഷമിക്കേണ്ടടാ, അതൊക്കെ ശരിയാവും എന്ന് പറയും. വീണ്ടും വീണ്ടും ഇത് പറയാനായിട്ട് ആരും വരില്ല. അപ്പൊ അതുകൊണ്ട് കരയുമ്പോഴേ നമ്മുടെ കൂടെ ആരും ഉണ്ടാവണം എന്നില്ല, അല്ലെ? അപ്പോ എന്ത് ചെയ്യാം, അങ്ങനെ ഇദ്ദേഹം അങ്ങനെ ബിസിനസ്സിൽ പരാജയപ്പെട്ട് ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ അദ്ദേഹം വിചാരിച്ചു, എന്തായാലും ഇങ്ങനെ പരാജയം, ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ പരാജയപ്പെട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ താഴേക്ക് വീഴാനുള്ളതല്ലല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യാം, എന്തെങ്കിലും ഒരു മാർഗം വേണമെന്ന് ആലോചിച്ചുകൊണ്ട് അയാൾ ഇങ്ങനെ ഒരു പാർക്കിൽ സ്വസ്ഥമായിട്ടൊന്ന് പോയിരുന്നു. നമ്മൾ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ബിസിനസ് ഒന്നല്ല, വേറെ പലതും ആയിരിക്കും. അയ്യോ, അരിയില്ല, പഞ്ചസാരയില്ല, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഇല്ലായ്മകളിൽ നിന്ന് ഒക്കെ മുക്തമായിട്ടൊന്ന് മാറിയിരിക്കാന്ന് അയാളൊന്ന് വിചാരിച്ചു. കാര്യം അയാളുടെ ബിസിനസ്സേ ഇപ്പൊ ഇല്ലാത്ത അവസ്ഥയാണ്. അങ്ങനെ അയാൾ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു വൃദ്ധനായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരും. അദ്ദേഹം ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ, കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ കുറച്ചു നേരം ഈ ബിസിനസ്സുകാരനെ ഇങ്ങനെ നോക്കിയതിനു ശേഷം അദ്ദേഹം ചോദിച്ചു, അതെ, നിങ്ങളെ കാണുമ്പോൾ തന്നെ വളരെ വിഷമത്തിലാണല്ലോ നിങ്ങളുള്ളത്, എന്താണ് പറ്റിയത്? നിങ്ങൾക്ക് എന്തോ ഒരു വിഷമം ഉള്ളതുപോലെ തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഈ ബിസിനസ്സുകാരൻ പറഞ്ഞു, അത് എന്റെ ബിസിനസ് ഒക്കെ ഒരു തകർച്ചയിലാണുള്ളത്, എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് എനിക്ക് ആലോചിച്ചിട്ട് ഒരു മാർഗവും കിട്ടുന്നില്ല. അപ്പൊ നമ്മുടെ വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞു, അതിനൊക്കെ മാർഗങ്ങളുണ്ട്, അതാണോ നിന്റെ വിഷമം? ചില കാര്യങ്ങൾ ഞാൻ ചെയ്തു തരാന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതാ, ഈ ചെക്ക് നിങ്ങളുടെ കയ്യിൽ വെച്ചോളൂ, ഇത് നിങ്ങൾ ഉപയോഗിച്ചോളൂ, അടുത്ത വർഷം ഇതേ ഡേറ്റിന് വന്നിട്ട് എനിക്ക് ഈ കാശ് തിരിച്ചു തന്നാൽ മതി, ധൈര്യമായിട്ട് പോയിക്കോളൂ, കുഴപ്പമില്ലെന്നേന്ന് പറഞ്ഞ് പുറത്ത് തട്ടിയിട്ട് അദ്ദേഹത്തെ വിട്ടു. അപ്പോ അങ്ങനെ ഈ ബിസിനസ്സുകാരൻ ഈ പേപ്പർ ഒന്ന് തുറന്ന് വായിച്ചു നോക്കിയപ്പോ പേര് കണ്ടു, ജോൺ ഡേവിഡ് റോക്ക്ഫെല്ലർ ആയിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ അമേരിക്കയിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ബിസിനസ്സുകാരനാണ് അദ്ദേഹം. അപ്പോ ഏതായാലും അങ്ങനെ ആ ഒരു ബിസിനസ്സുകാരനെ മനസ്സിൽ വിചാരിച്ചിട്ട് ഇദ്ദേഹം ഇങ്ങനെ പോയി അദ്ദേഹത്തിന്റെ ജോലിയൊക്കെ ഒന്നുകൂടെ ദ്രുതഗതിയിലാക്കി കാര്യങ്ങളൊക്കെ സെറ്റായി. നെക്സ്റ്റ് ഇയർ അദ്ദേഹം വന്നു, അതേ ദിവസം വന്നു. അങ്ങനെ വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഏതായാലും എന്ത് ചെയ്യേണ്ടി വന്നിട്ടില്ല, എനിക്ക് ഈ ചെക്ക് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല, ചെക്കിലെ ഈ ക്യാഷ് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ എന്റെ മനസ്സിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഈ എപ്പോഴെങ്കിലും ആവശ്യം വന്നാൽ എനിക്ക് ഈ കാശ് ഉപയോഗിക്കാനായിട്ട് പറ്റുമെന്ന്. അതായിരുന്നു സത്യത്തില് ഇദ്ദേഹവും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോഴാണ് ഒരു നഴ്സ് ഓടി വന്നിട്ട്, നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ? ആ വൃദ്ധനായ മനുഷ്യനോട് പറയാൻ, നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ പേടിച്ചു പോയി, എവിടേക്ക് ഇറങ്ങിപ്പോയെന്ന് കരുതിയിട്ട്. അപ്പോ ഇദ്ദേഹം എന്ത് ചെയ്തിരിക്കുകയാണ്, ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വന്നേക്കാണ്. അപ്പോ അദ്ദേഹത്തെ നോക്കുന്ന നഴ്സാണ് അദ്ദേഹത്തെ ഓടിച്ചിട്ട് മീൻ എവിടെ പോയി എന്നുള്ള ടെൻഷനിൽ വന്ന് അദ്ദേഹത്തെ പിടിക്കാൻ വന്നേക്കാണ്. അങ്ങനെ വന്നിട്ട് പറഞ്ഞു. അപ്പൊ എന്നിട്ട് ഈ ബിസിനസ്സുകാരനോടായിട്ട് പറഞ്ഞു, ഇദ്ദേഹം എപ്പോഴും ഇങ്ങനെയാണ്, ഇദ്ദേഹം എപ്പോഴും ഈ ജോൺ ഡേവിഡ് ആണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടപ്പാണ് പണിയുന്നു. പെട്ടെന്ന് ഈ ബിസിനസ്സുകാരൻ ഞെട്ടിപ്പോവുകയാണ്. ഏതായാലും അപ്പൊ ഇദ്ദേഹം അല്ല, പക്ഷെ ചില ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട് എന്ന വിശ്വാസം ഉണ്ടല്ലോ, ആ വിശ്വാസത്തിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ അത് നമ്മുടെ വിജയത്തിന് കാരണമായി തീരും എന്ന് പറയാൻ വേണ്ടിയാണ് ഈ കഥ ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോ അങ്ങനെ അപ്പൊ അയാള് പിന്നെ ജോൺ ഡേവിഡ് ആയിരുന്നോ അല്ലേ എന്നുള്ളതല്ല, ഇദ്ദേഹത്തിന്റെ ബിസിനസ് പോസിറ്റീവ് ആയല്ലോ, അത്രേ നമുക്ക് ആവശ്യമുണ്ടായിരുന്നുള്ളൂ. ഇനി അടുത്തത് നമുക്ക് എന്താണ്, നമ്മുടെ ജീവിതത്തിൽ ഒരു ഗോൾ ഉണ്ടായിരിക്കണം, അല്ലെ?
നമ്മളൊക്കെ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത് എന്നൊരു തോന്നൽ. ഇപ്പൊ ചില ആളുകളുണ്ട്, നമ്മൾ ചോദിക്കുക എന്തൊക്കെയാ വിശേഷം, സുഖമാണോ? ആ സുഖം തന്നെ, ഇങ്ങനെ അങ്ങ് പോകുന്നു. എങ്ങനെ പോകുന്നു? ചുമ്മാതെ അങ്ങനെ പോകുന്നു. ജനിക്കുന്നു, ജീവിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഉറങ്ങുന്നു, ചിലപ്പോഴൊക്കെ ജോലിക്ക് പോകുന്നു, പോവാതിരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയല്ല. നമുക്കൊരു കൃത്യമായ ഒരു ഗോള് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഈ ജീവിതത്തിൽ ഗോൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, അതിനുവേണ്ടി പ്രവർത്തിക്കുള്ളൂ. ഇല്ലാതെ ഇപ്പൊ പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നും ഇല്ലെങ്കിലോ ഇങ്ങനെ വെറുതെ അങ്ങനെ നടക്കുക, അങ്ങനെ നടന്നത് കൊണ്ട് ഒരിക്കലും നമ്മുടെ ജീവിതം എന്താവാൻ പോകുന്നില്ല, സെറ്റ് ആവാൻ പോകുന്നില്ല. അപ്പൊ നമ്മളൊരു ഒരു ഗോൾ കൃത്യമായി നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുകയും, എന്നാൽ ആ ഗോൾ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നാളെ ആവാം, നാളെ നീളെ അങ്ങനെയല്ല, അത് എന്ത് ചെയ്യാം, അത് കൃത്യമായ ഒരു ടൈം ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ അതിലേക്ക് എത്താനായിട്ട് ശ്രമിക്കണം. ആ സമയത്ത് നമ്മൾ എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച മുഴുവൻ കാര്യമൊന്നും നടക്കൂ എന്നൊന്നും പറയണ്ട കേട്ടോ, അങ്ങനെ നടക്കില്ല. എങ്കിലും ഒരു പരിധി വരെ നമുക്കത് നടന്നു കിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും ശ്രമിക്കും. ഇനിയോ അടുത്തൊരു പോയിന്റ്, നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ സെൽഫ് കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഏതായാലും നമ്മൾ ഇറങ്ങി തിരിച്ചു അല്ലേ. അപ്പൊ എന്ത് വേണം, നമുക്ക് ക്ഷമ വേണം. ക്ഷമ കൈക്കൊള്ളാതെ ഒന്നും നടക്കില്ല. നമുക്കുണ്ടല്ലോ ഒരു സ്വഭാവം, ഒരു തവണ ചെയ്തു, പരാജയപ്പെട്ടു, വീണ്ടും തോറ്റു, എന്താ ഇല്ലേ. ചില ആളുകളില്ലേ പരീക്ഷക്കൊക്കെ തോറ്റാല് ഞാൻ തോറ്റു, ഇനിയുണ്ടല്ലോ പരീക്ഷ, ഞാൻ ജയിച്ചോളും എന്നുള്ള മട്ടിൽ അങ്ങനെ വരാൻ കഴിയണം. എന്ന് വെച്ചിട്ട് ഇനിയിപ്പോ നാളെ മുതൽ പരീക്ഷയ്ക്ക് ഒരു പ്രാവശ്യം തോറ്റു, ഞാൻ തോറ്റു എന്ന് പറഞ്ഞു വരാം, രണ്ടാം പ്രാവശ്യം മൂന്നാം പ്രാവശ്യം അങ്ങനെ തോൽക്കലും ശീലമാക്കാനല്ല പറയുന്നത്. ചിലപ്പോൾ നമ്മൾ തോറ്റേക്കും, അപ്പൊ എന്ത് ചെയ്യണ്ട, അതും വിട്ടേച്ച് പോവേണ്ട. ഇനി അതല്ല, ഇപ്പൊ ഞാൻ പറയാണ്, ഇപ്പൊ നമ്മളിവിടെ ക്ലാസ് എടുക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. നമ്മുടെ ഒക്കെ ഉദ്ദേശം എന്താണ്, നമ്മൾ എന്തുദ്ദേശിച്ചിട്ടാണ് നമ്മളിങ്ങനെ ക്ലാസ്സിലേക്കൊക്കെ വന്നിരിക്കുന്നത്, ഈ ഗ്രൂപ്പിലേക്ക് വന്നിരിക്കുന്നത് എന്തിനാ? ആരെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? പേര് ഞാൻ വിളിക്കുന്നില്ല. കൂട്ടാൻ വേണ്ടി. യെസ്, കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയിട്ടല്ലേ. അപ്പൊ അതിനകത്ത് നമ്മൾ ചിലപ്പോ തുടക്കത്തിൽ നമ്മൾ ചർച്ച ചെയ്തപ്പോ നമ്മുടെ കൂടെ കുറെ ആളുകൾ ഉണ്ടായിരുന്നു. ഈ സമയത്ത് ചിലപ്പോ പറഞ്ഞ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവും? ഇല്ലല്ലോ, ഇല്ല അല്ലെ. എന്താണ് അതിന് കാരണങ്ങളുണ്ട്. എന്താണ് പല കാരണങ്ങളും പല തിരക്കുകളും കൊണ്ടാണ് ആളുകൾ ഇല്ലാത്തത്. എങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അയാളില്ലല്ലോ എന്നാ ഞാൻ പോയേക്കാം, ഇയാളില്ലല്ലോ എന്നാലും ഞാൻ പോയേക്കാം എന്ന് വെച്ചിട്ട് നമ്മൾ പോവുകയല്ല. നമ്മൾ എന്തിനാണോ ഇറങ്ങി തിരിച്ചത് അത് നമ്മൾ നേടിയെടുക്കുക തന്നെ വേണം. അത്രയും നാൾ നമ്മൾ ക്ഷമിച്ചു നിൽക്കണം, അവരൊക്കെ വരും എന്നുള്ളൊരു പ്രതീക്ഷ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അല്ലാതെ ഇപ്പൊ ചില ആളുകളുണ്ട് വലിയ ഒരു എമൗണ്ടിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും ക്ലാസ് എടുക്കുന്നത് അല്ലെ. കുറെ ആളുകൾ ലൈക്ക് അടിക്കണം എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടാവും, കുറെ വലിയൊരു ഓഡിയൻസിനെ നമുക്ക് കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടാവും. ഇതൊക്കെ ആഗ്രഹം മാത്രമാണ്. ചിലപ്പോ ആദ്യ തവണ ഒന്നും കിട്ടൂല, പിന്നെയും പിന്നെയും കിട്ടാതെയാവും. പക്ഷെ ഒരിക്കൽ നമുക്ക് ഒരു ദിവസം ഉണ്ടടേ, അന്ന് നമുക്ക് എന്ത് ചെയ്യാം, എല്ലാവരും വരും. കാരണം ഈ നമ്മൾ സ്പാർക്ക് എന്ന് പറഞ്ഞ് തുടങ്ങുന്നുണ്ടെങ്കിൽ ഇത് ആരുടെയെങ്കിലൊക്കെ മനസ്സിൽ തീർച്ചയായിട്ടും സ്പാർക്കായിട്ട് അതിങ്ങനെ തെളിഞ്ഞു വരും. ആ വരുന്നത് വരെ നമ്മൾ നിൽക്കുക തന്നെ വേണം. അതിനുള്ള ക്ഷമ നമുക്ക് ഉണ്ടാവണം. ഇനി അടുത്തതോ, സ്ട്രോങ് ഡിറ്റർമിനേഷൻ അല്ലെ. നമുക്കൊരു കൃത്യമായ ഒരു ഡിറ്റർമിനേഷൻ, ഇതിനോട് ഈ പോയിന്റിനോട് ചേർത്ത് തന്നെ പറയാൻ പറ്റുന്നതാണ് കേട്ടോ. ഒരു സ്ട്രോങ് ഡിറ്റർമിനേഷൻ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. അങ്ങനെ ഇനി അടുത്ത പോയിന്റ്, എപ്പോഴും നമ്മൾ പല സബ്ജക്റ്റുകളിലും ചർച്ച ചെയ്യാറുള്ള ഒന്നാണ്, നമ്മൾ അറിയുക എന്ത്, നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അല്ലെ. നമ്മൾ ആരാന്നുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടാവണം. നമുക്ക് എന്തൊക്കെ സ്ട്രെങ്ത്തുകളാണ് ഉള്ളത്. ഇപ്പൊ നമുക്ക് കുറെ പെർട്ടിക്കുലർ ആയിട്ട് ചില പ്രത്യേകതകളൊക്കെ നമുക്കുണ്ടാവും ഇല്ലേ. എനിക്കൊരു പ്രത്യേകതയുണ്ട്, ഷബന മാമിന് ചില പ്രത്യേകതകളുണ്ട്, ഫാത്തിമയ്ക്ക് പ്രത്യേകതയുണ്ട്. എല്ലാവർക്കും ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകൾക്കും ഇപ്പൊ ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന എല്ലാവർക്കും തന്നെ എന്താണ് പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം ചില പരിമിതികളും ഇല്ലേ നമുക്ക്, ഉണ്ടല്ലോ ചില പരിമിതികൾ. ഇപ്പൊ എന്നോട് പറയാണ് ഒരു നല്ല പാട്ട് പാടുമെന്ന് ചോദിച്ചാലേ അത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലപ്പോ എനിക്കുണ്ടല്ലോ ഒരു സ്വഭാവം, എന്ത് പറഞ്ഞാലും അങ്ങ് ചെയ്യുക. കാരണം എന്താ പറയാ, ചില ആ ഒരു എങ്ങനെ നോ എന്ന് പറയാ, അല്ലെങ്കിൽ വേണ്ട തോറ്റു കൊടുക്കണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട് പാട്ടൊക്കെ പാടും. പക്ഷെ അത് നന്നായി പാടുന്നു പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ എനിക്ക് നന്നായിട്ട് പാടാൻ പറ്റുമോ? അതുമില്ല. ചിലപ്പോ പാറയുടെ മേളിൽ ചിരട്ട ഉരയ്ക്കണ പോലെ ആണേ പോലും നമ്മൾ പാടും, അത് വേറെ കാര്യം. എങ്കിൽ പോലും നന്നായിട്ട് പാട്ട് പാടണം എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റില്ല. ചിലപ്പോൾ നന്നായിട്ട് സംസാരിക്കാൻ എനിക്ക് പറ്റിയേക്കാം. എന്നാൽ ചിലപ്പോൾ നീ ഒന്ന് ഓടിക്കേ നന്നായിട്ട്, നീ എന്തായാലും ഫസ്റ്റ് മേടിക്കണം, നീ അങ്ങനെ തന്നെ ഓടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഓടാനും അറിയില്ല. പിന്നെ അങ്ങനെ ഓടണം എന്നുണ്ടെങ്കിൽ പട്ടിയെ പിറകിൽ വിട്ടാൽ മതി, എന്നാ പിന്നെ നമ്മൾ ഓടും, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ അത്രയൊന്നും നന്നായിട്ട് ഓടണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്താ പറഞ്ഞു എന്ന് വെച്ചാൽ നമുക്ക് കുറെ സ്ട്രെങ്ത്തുകളും ഉണ്ട്, ചില വീക്ക്നെസ്സുകളും ഉണ്ട്.
അപ്പൊ ഈ സ്ട്രെങ്ത് എന്താണ്, നമ്മുടെ ഏരിയ എന്താണ്? ഇപ്പൊ നമ്മുടെ ഫാത്തിമ പറഞ്ഞല്ലോ, പിന്നെ സ്കൂൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ എനിക്ക് നല്ല ലെവലിൽ ഒന്ന് ഡെവലപ്പ് ആയിട്ട് എന്റെ കുറച്ച് കഴിവുകൾ എനിക്കുണ്ട്, അത് ഉയർത്തിക്കൊണ്ടുവരണം എന്ന് അവള് തിരിച്ചറിഞ്ഞു അല്ലെ? സ്വയം ആണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. പഠിക്കുന്ന കാലത്ത് കുറെയൊക്കെ നമ്മളും തിരിച്ചറിയും, നമ്മുടെ അധ്യാപകരും നമ്മളെ തിരിച്ചറിയും. അങ്ങനെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ സ്ട്രെങ്ത്തും നമ്മുടെ വീക്ക്നെസ്സും, ചില വീക്ക്നെസ്സുകളും നമുക്കുണ്ടാവും, എന്താണെന്ന് അറിയുക. എന്നിട്ട് പിന്നെ ഇതൊക്കെ എഴുതി വെക്കുക അല്ലെ? ചില സമയത്ത് നമുക്ക് ഒക്കെ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കാം, ഷബ്ന മാം ഷബ്ന പറഞ്ഞു എന്താണ് ഒരു സ്ട്രെങ്ത്, പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു സ്ട്രെങ്ത് എന്താ? എന്റെ സ്ട്രെങ്ത് ആണോ? ആ. ഹലോ. ആ, ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യാം, മെയിൻറ്റെയിൻ ചെയ്യാം. യെസ്, വണ്ടർഫുൾ അല്ലെ? ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഇനി ഒരു വീക്ക്നെസ്? വീക്ക്നെസ് തന്നെ പെട്ടെന്ന് ഇഷ്ടപ്പെട്ടവർ, അല്ലെങ്കിൽ ഞാൻ വളരെയധികം ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആളുകളിൽ നിന്ന് പെട്ടെന്ന് ഞാൻ അങ്ങ് സെൻസിറ്റീവ് ആകും. ആ, യെസ്, അത് നമ്മുടെ വീക്ക്നെസ് ആണ് അല്ലെ? അപ്പൊ അവര് മിക്സ് ആവുമ്പോ നമുക്ക് പെട്ടെന്ന് വല്ലാതെ വിഷമം വരും, അങ്ങനെ ആയിരിക്കും അല്ലെ? അതാണല്ലോ ഉദ്ദേശിച്ചത് അല്ലെ? അതെ അതെ. ഓക്കെ, താങ്ക് യു. അപ്പൊ എന്തായാലും അപ്പൊ നമുക്ക് സ്ട്രെങ്ത്തും ഉണ്ട് വീക്ക്നെസ്സും ഉണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ തിരിച്ചറിയണം. അപ്പൊ നമുക്ക് ഒരിക്കൽ ഞാൻ കേട്ടിട്ടുള്ള ഒരു കൊച്ചു കഥ നിങ്ങളോട് വീണ്ടും പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പിന്നെ ഒരിക്കലേ ഒരു കർഷകൻ ഇങ്ങനെ നടന്നു പോവാണ്. അപ്പൊ ആ കർഷകൻ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു ഗ്രാമത്തിലെത്തി. ആ ഗ്രാമത്തിൽ, പൊതുവെ ഗ്രാമത്തിലാണല്ലോ നമ്മളെ കർഷകന്മാരൊക്കെ ഉണ്ടാവുക. അപ്പൊ ഇയാൾ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് അവിടെ ഒരു പക്ഷിക്കൂട് അവിടെ കിടക്കുന്നുണ്ട്. പക്ഷെ ആ പക്ഷിക്കൂട്ടിലേക്ക് അങ്ങനെ അത്ര നല്ലതൊന്നുമല്ല, പൊട്ടിപ്പൊളിഞ്ഞതാണ്. അപ്പൊ അങ്ങനെ ഒന്നുകൂടെ അദ്ദേഹം ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ എന്ത് ചെയ്തു? ഒരു മുട്ട അവിടെ കണ്ടു. അദ്ദേഹം നോക്കിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അതൊരു പരുന്തിന്റെ മുട്ടയാണ് എന്ന് മനസ്സിലായി. അപ്പൊ അദ്ദേഹം വിചാരിച്ചു, അപ്പൊ നമ്മളൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യാ? നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ആണെങ്കിൽ നമ്മൾ അതിനെ തട്ടിപ്പൊട്ടിക്കാൻ അങ്ങനെയൊക്കെ ശ്രമിക്കും. വലുതാകുമ്പോൾ നമുക്കറിയാം അതിൽ നിന്ന് ഒരു ജീവൻ വരാനുണ്ട് എന്നുള്ളത് അല്ലെ? അപ്പൊ ഏതായാലും അദ്ദേഹം വിചാരിച്ചു ഇത് ഇവിടെ ഇട്ട് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല, അപ്പൊ അതുകൊണ്ട് അത് ഞാൻ സൂക്ഷ്മമായിട്ടൊന്ന് കൊണ്ടുവച്ചേക്കാം എന്നൊക്കെ കരുതി. അപ്പൊ ചിലപ്പോ നിങ്ങൾ ചോദിച്ചു നോക്കും, മനുഷ്യൻ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഇത് കഥയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് പിന്നെ ഇദ്ദേഹം എന്ത് ചെയ്തു? അത് എടുത്തുകൊണ്ട് പോയി കോഴികളുടെ, അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു കോഴി അടയിരിക്കാനായിട്ട് വെക്കുന്നുണ്ടായിരുന്നു. ആ കൂടെ ഇത് വെച്ചു കൊടുത്തു. അങ്ങനെ ഏതായാലും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. കോഴി കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞതോടുകൂടെ ഒരു പരുന്തിൻ കുഞ്ഞും അവരുടെ കൂടെ ഉണ്ടായി. അങ്ങനെ ഈ പരുന്തിൻ കുഞ്ഞ് എന്ത് ചെയ്തു? ഇവരുടെ കൂടെ അതേപോലെ കോഴികളുടെ പോലെ ഇങ്ങനെ വളർന്നു. അങ്ങനെ കോഴികളുടെ കൂടെ വളർന്നു. കോഴികളുടെ പ്രത്യേകത നിങ്ങൾ എപ്പോഴെങ്കിലും ഒക്കെ ശ്രദ്ധിച്ചു കാണുമല്ലോ. കോഴികൾ പരുന്തിനെ പോലെ പറക്കുവോ? ഇല്ല അല്ലെ? പരുന്തിനെ പോലെ ഉയർന്നു പറക്കാൻ എന്ത് ചെയ്യില്ല, നമ്മുടെ പരുന്തിന് പറ്റില്ല. സോറി, കോഴികൾ അങ്ങനെ പരുന്തിനെ പോലെയല്ല പറക്കുക. അപ്പൊ ഇങ്ങനെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഓടി നടക്കുന്നു, ചിക്കിച്ചികഞ്ഞൊക്കെ ഭക്ഷണമൊക്കെ കഴിക്കുന്നു, അങ്ങനെയൊക്കെ കഴിച്ചിട്ട് അങ്ങനെ അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു പോവാണ്. അപ്പൊ ഈ പരുന്തും ഇവരുടെ പോലെ ഇങ്ങനെ ജീവിക്കുകയാണ്. എന്നിട്ട് ഇടക്ക് വല്ലപ്പോഴും ഒക്കെ ഒന്ന് ഇങ്ങനെ ആകാശത്തേക്ക് നോക്കും. അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോ എന്തായി? ഈ പരുന്തിനും കോഴികൾക്കും ഒക്കെ പ്രായമായി. അപ്പൊ പരുന്ത് ഇങ്ങനെ ഒരു ദിവസം മേളിലേക്ക് ഇങ്ങനെ നോക്കുക. അവളേക്ക് നോക്കിയിട്ട് പരുന്തിങ്ങനെ വിചാരിക്കുകയാണ്, ഓഹ്, എന്ത് ഭംഗിയായിട്ടാണ് അവിടെ ഒരു പക്ഷി പറക്കുന്നത്. ആ പക്ഷിയാണെങ്കിൽ തന്നെ പോലെ ഉണ്ട് താനും. ആ പക്ഷിയായിട്ട് എങ്ങാൻ ജനിച്ചാൽ മതിയായിരുന്നു എന്ന്. ആ കണ്ട പക്ഷി ആരാന്നറിയോ? വേറൊരു പരുന്താണ്. അപ്പൊ ഈ പരുന്ത് തന്നെയാണ് വിചാരിക്കുന്നത് എന്ത്? ഞാനും ആ പക്ഷിയെ പോലെ ആയാൽ മതിയായിരുന്നു എന്ന്. സത്യത്തില് ഈ പക്ഷി ആരാണ്? ഇവൻ പരുന്താണ്. ഇവന് കോഴിയെ പോലെ ജീവിക്കേണ്ടവനല്ല. എന്ന് വെച്ചിട്ട് ഇപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ട ഈ കോഴി എന്ന് കേൾക്കുമ്പോ മറ്റേ കോഴിയൊന്നല്ല കേട്ടോ. അങ്ങനെ കോഴിയായിട്ട് നടക്കുന്നവരല്ല ശരിക്കുമുള്ള നമ്മുടെ കോഴി. അപ്പൊ ഏതായാലും ആ കോഴി കോഴികളുടെ കൂടെ വളർന്നത് കൊണ്ട് എന്ത് ചെയ്തില്ല, കോഴിയുടെ പ്രത്യേക സ്വഭാവങ്ങളാണ് ഈ പരുന്തിനുണ്ടായത്. അപ്പൊ പരുന്ത് ജീവിതത്തിന്റെ അവസാനം ഇങ്ങനെ ആഗ്രഹിച്ചതുകൊണ്ട് യാതൊരു കാര്യമില്ലല്ലോ. ഇതുപോലെയാണ് നമ്മളുടെ പല കാര്യങ്ങളും. കുറെ നാൾ കഴിയുമ്പോൾ ഇപ്പൊ നമ്മൾ ചില ആളുകളുടെ കഴിവുകളൊക്കെ കാണുമ്പോൾ വിചാരിക്കും, എനിക്കും അവനായാൽ മതിയായിരുന്നു, അല്ലെ അവളായാൽ മതിയായിരുന്നു. എന്ത് നന്നായിട്ടാണ് ക്ലാസ് എടുക്കുന്നത്, അല്ലെങ്കിൽ എന്ത് നന്നായിട്ടാണ് പാട്ട് പാടുന്നത്, എന്ത് നന്നായിട്ടാണ് ഡാൻസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ 60-ാം വയസ്സിലൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. എന്ന് വെച്ചാൽ ചിലപ്പോ ചിലരുണ്ട് അതിനാ വയസ്സൊന്നും ഒരു പ്രശ്നമാക്കാതെ പ്രാക്ടീസ് ചെയ്തെടുക്കും. പക്ഷെ നഷ്ടപ്പെട്ട സമയം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയല്ലോ ഏതായാലും. അപ്പൊ അതുകൊണ്ട് ഈ പരുന്തിനെ പോലെ ആലോചിക്കാതെ എന്ത് ചെയ്യുക, നമ്മൾ ചെയ്യേണ്ട സമയത്ത് കൃത്യമായിട്ട് നമ്മുടെ സ്ട്രെങ്ത് നമ്മൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ആ പരുന്തിനെ പോലെ ജീവിക്കേണ്ട ഒരവസ്ഥ നമുക്ക് വരില്ലായിരുന്നു.
നമ്മൾ എന്ത് ചെയ്യാം, പറന്നുയരേണ്ടവർ പറന്നുയരണം, അല്ലേ? കോഴിക്ക് അതൊരു കുഴപ്പമൊന്നുമല്ല, കാരണം കോഴിയുടെ രീതി എന്താണ്, ചിക്കി ചികഞ്ഞ് ഈ ഭൂമിയിൽ ചെറുതായിട്ട് പറന്നുകൊണ്ട് ജീവിക്കേണ്ടവനാണ്. പക്ഷെ പരുന്ത് എന്ന് പറയുന്നവൻ ഉയരങ്ങളിൽ പറക്കേണ്ടവനാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ചെയ്തേ മതിയാവുള്ളൂ. ഇനി അടുത്തത്, റെസ്പോൺസിബിലിറ്റികൾ ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാവണം, അല്ലെ? നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യില്ല. അപ്പൊ നമ്മുടെ ഇപ്പോഴൊന്നല്ല, കുറച്ചും കൂടെ പിറകിലേക്ക് ആലോചിച്ചു, നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിലൊക്കെ നമ്മളോട് എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവന് ചെയ്യും, ഇവന് ചെയ്യും, മറ്റവൾ ചെയ്തു, ഇവള് ചെയ്തോളും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യുക, മറ്റൊരാളുടെ മേളിലേക്ക് ഈ ഡ്യൂട്ടി ആയിട്ട് ഏൽപ്പിച്ചു കൊടുത്തിട്ട് നമ്മൾ അങ്ങനെ പിറകു പോയിരിക്കും. ഏറ്റവും പിറകിൽ പോയിരിക്കാൻ എന്ത് രസമായിരിക്കും. നിങ്ങളിൽ ആരൊക്കെയാണ് എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന് പോയാൽ പിന്നെ മുന്നിലിരിക്കാൻ ആഗ്രഹിക്കുന്നവര്? ഒന്ന് പറഞ്ഞു. മുന്നിലാണോ അതോ പിറകിലിരിക്കാനാണോ ഇഷ്ടം, അതോ മിഡിലോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലം എന്ന് പറഞ്ഞു. ഞാൻ ഫ്രണ്ടിലാണ്. ഫ്രണ്ടില് എവിടെ അല്ലെങ്കിൽ ഞാൻ ഓടിപ്പോയി മുമ്പിലിരിക്കാറുണ്ട് ഫസ്റ്റ് എത്താൻ വേണ്ടി. yes. ഓടിപ്പോയിട്ട് എനിക്ക് പുറകിലിരിക്കാനാണ് ഇഷ്ടം. പിറകിൽ ഞാൻ ഒരാൾക്ക് ഓടിപ്പോയി പിറകിൽ. മുമ്പിലിരിക്കാറുണ്ട് ഫസ്റ്റ് അല്ലേ? അപ്പൊ എന്താണ്, ചില ആളുകൾ അങ്ങനെ ഓടിപ്പോയി പിറകിലിരിക്കുക. അതിന് കുറെ ഉദ്ദേശങ്ങളുണ്ട്, ഞാൻ അല്ലേ? മുന്നിലായിരിക്കാറ്. ഞാൻ റെജീന. എവിടെ? ഞാൻ മുന്നിലായിരിക്കാറ്. റെജീന ഓക്കെ, വെരി വിളിക്കേ. ഗുഡ്. ഞാൻ മുന്നിലിരിക്കും. അപ്പൊ മുന്നിലിരിക്കും, എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയും. ചില ആളുകൾ അങ്ങനെയല്ല, ചിലവർ നടുവിലിരിക്കും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ക്ലാസ് എടുക്കുന്ന ആളുകളൊക്കെ ചിലവർ മുന്നിലുള്ളവരോട് ചോദ്യം ചോദിക്കും, പിന്നെ ഈ ബാക്കിലുള്ള കള്ളന്മാരെ പിടിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഏറ്റവും പിറകിലുള്ളവരോട് ചോദിക്കും. അപ്പൊ അതുകൊണ്ട് അതിന്റെ നടുവിലായിട്ട് അങ്ങ് ഇരുന്നേക്കാം, വലിയ കുഴപ്പമൊന്നുമില്ലാതെ, ആർക്കും വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ അങ്ങനെ ഇരുന്നേക്കാന്ന് ഓർക്കും. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ വയ്യ, ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുക്കാൻ വയ്യ. ആ കാരണം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഇരിക്കുക. അതിന് പകരം നമ്മൾ എപ്പോഴും മുന്നോട്ട്. കാരണം എന്താണെന്നറിയോ, അവസരങ്ങൾ ഒരിക്കൽ മാത്രമാണ്. ഇപ്പൊ ഈ 14 ഓഗസ്റ്റ് ഈ ഇയർ ഉണ്ടല്ലോ, 2024, അത് ഈ നാളെ ഉണ്ടോ? ഇല്ലല്ലോ. 14 ഓഗസ്റ്റ് ഈ ഒരു സമയം ഇനി ഇല്ല, അത് കഴിഞ്ഞു. അപ്പൊ അന്ന് ഖദീജ ക്ലാസ് എടുക്കാൻ ഏറ്റെടുത്തു. പിന്നെ എന്ത് ചെയ്തു, നിങ്ങൾ അത് കേട്ടിരിക്കാനും ഏറ്റെടുത്തു. സാരമില്ല, നിങ്ങളുടെ വിധിയാണ്, സഹിച്ചോളൂ, കുഴപ്പമില്ല. എന്തായാലും നിങ്ങൾ ഏറ്റെടുത്തതല്ലേ, അവിടെ ഇരുന്നോ. അപ്പൊ ഏതായാലും ഈ ഉത്തരവാദിത്തം ഞാനങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ്. അതിന് പകരം എനിക്ക് പറ്റില്ല, അത് ഇന്നയാളെ ഏൽപ്പിച്ചോളൂ, അവര് നന്നായിട്ട് ക്ലാസ് എടുക്കുമല്ലോ, എന്തിനാ ഇപ്പോ ഞാൻ. ഹലോ ഖദീജത്ത, പെട്ടെന്ന് കട്ടായി പോയി. ഖദീജത്ത കേൾക്കുന്നില്ല. ഏകദേശം കൺക്ലൂഡ് ആയിട്ടുണ്ടോ? 8:33 ആയിട്ടുണ്ട്. ഖദീജത്ത കേൾക്കുന്നുണ്ടോ? പാട്ട് നന്നാവാതിരിക്കുമ്പോ മൈക്കിനെ കുറ്റം പറയാം, അല്ലേ? അങ്ങനെ. ഓ, ഓക്കെ, ഇപ്പൊ ഏകദേശം ഫിനിഷ് ചെയ്യാനായിട്ടുണ്ടോ? കൺക്ലൂഷനിലേക്ക് അപ്പൊ അങ്ങനെ പല ഉത്തരവാദിത്തമില്ലായ്മ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും, പിന്നെ ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ പിറകിലേക്ക് പോവുകയും അതോടൊപ്പം എന്ത് ചെയ്യാം, നമ്മുടെ ജീവിതം ഇങ്ങനെ സ്പോയിലായിക്കൊണ്ടിരിക്കും. അതോടൊപ്പം നമ്മൾ കൂട്ടിച്ചേർത്ത് പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. നമുക്ക് സന്തോഷമുള്ള ഒരു മനസ്സുണ്ടാവണം. എപ്പോഴും നമ്മൾ നല്ല സന്തോഷവാന്മാരായി എന്ന് വെച്ചിട്ട് ഇങ്ങനെ പിന്നെന്താണ് വെറുതെ ചിരിച്ചുകൊണ്ട് നടക്കുക എന്നല്ല ഉദ്ദേശം. സന്തോഷമുള്ള മനസ്സുണ്ടാവണം, ഓപ്പൺ മൈൻഡ് ആയിരിക്കണം. ഇതിനെക്കുറിച്ചൊന്നും വിശദമായിട്ട് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. അതായത് നമ്മുടെ സമയവും ഇവിടെ തീരാൻ പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഓപ്പൺ മൈൻഡ് ആയിരിക്കണം. ഇനി എന്തുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും ഈ സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതെ പോകുന്നത്? ഇപ്പൊ ഇത്രയും നേരം ഞാൻ നിങ്ങളോട് എന്ത് പറഞ്ഞു, കുറെ മാർഗങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാൽ ചില കാരണങ്ങളുണ്ട് നമുക്ക് സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതെ ആവാനുള്ള കാരണങ്ങൾ. നമുക്കറിയാം, നമ്മുടെ ഫാമിലിയിൽ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ചില ഹരാസ്മെന്റുകൾ, അല്ലെ, ചില രക്ഷിതാക്കൾ കുട്ടികളായിരിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വരുമ്പോൾ നീ ഒന്നും മിണ്ടാതിരുന്നേ, ഞാൻ തിരക്കിലാണ് എന്ന് പറഞ്ഞ് ഈ കുട്ടിയെ പലതിൽ നിന്നും ഇങ്ങനെ മാറ്റി നിർത്തും. പലപ്പോഴും അതുപോലെ തന്നെയാണ്. ചിലപ്പോഴെങ്കിലും ചില അധ്യാപകരുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഭാഗത്തു നിന്നൊക്കെ ഈ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവാറുണ്ട്. വെറുതെ പിന്നെ അതായത് ചില നന്നായി ചെയ്യുന്ന ആളുകളുടെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മളെ എങ്ങനെ കമ്പയർ ചെയ്യും. ഒരിക്കലും കമ്പയർ ചെയ്യേണ്ടത് നമ്മളെയാണ്, അല്ലെ? ഞാനാണ്, നിങ്ങളാണ്. ആ ഒരു ബോധം ഉണ്ടാവണം. അപ്പൊ ചില കമ്പാരിസൺ നമ്മളെ എന്ത് ചെയ്യും, നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മ ചെയ്യും. പിന്നെ അതുപോലെ സെക്ഷൽ ഹരാസ്മെന്റുകൾ ഏൽക്കേണ്ടി വരിക, അതൊക്കെ നമ്മുടെ ജീവിതത്തിലെ എന്ത് ചെയ്യുക, ഈ പരാതികൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോയവരായി തീരാൻ ചില കാരണങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാരണങ്ങൾ കണ്ടുപിടിച്ച് അതിനെയും കൂടെ അവോയ്ഡ് ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം നമുക്ക്
ചില മാർഗങ്ങളുണ്ട് അല്ലേ? ഇപ്പൊ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ്, ഇപ്പൊ ഞാനൊരു ക്ലാസ് എടുക്കുകയാണ്, അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ് ചില പിന്നെന്താ പറയാ കാര്യങ്ങൾ. ഇപ്പൊ എനിക്കറിയാം നിങ്ങൾ എന്നേക്കാൾ നന്നായി ക്ലാസ് എടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട് എന്ന്. തൽക്കാലത്തിന് ഞാൻ എന്ത് ചെയ്യാം, ഇതങ്ങ് മറന്നേക്കുക. എന്നിട്ട് ഞാൻ വിശ്വസിക്കുക ഞാൻ നന്നായി ചെയ്യുന്നുണ്ട് എന്ന്. അത് നമുക്ക് എന്താണ്, അത് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിക്കാനുള്ള ഒരു കുരുട്ടുബുദ്ധിയാണ്. എന്ന് വെച്ചിട്ട് അവർക്ക് കഴിവില്ല എന്നല്ല, അവർക്ക് കഴിവുണ്ട്. തൽക്കാലം ഞാനത് അങ്ങ് വിചാരിക്കുകയാണ്, ഇപ്പൊ തൽക്കാലം ഞാനാണ് ഇവിടെ നന്നായിട്ട് ചെയ്യുന്നതെന്ന് ഞാൻ അങ്ങ് വിശ്വസിക്കുക. പിന്നെ അതോടൊപ്പം നമുക്ക് എന്താ പറയാ, രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് പറയാനുള്ളത്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് അങ്ങ് പറയാം. അപ്പൊ മറ്റുള്ളവർ തെറ്റിദ്ധരിച്ചോളും, എന്ത് ഇയാൾക്ക് നല്ല അറിവുണ്ടെന്ന്. സത്യത്തിൽ ഉണ്ടോ? ഇല്ല. എന്നാലും പിന്നെ അല്ലെങ്കിൽ ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. എങ്ങനെയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ നമുക്ക് ഇങ്ങനെ വിശ്വസിക്കാം, എനിക്ക് കഴിവുണ്ട്, ഞാൻ നന്നായിട്ട് ക്ലാസ് എടുക്കും, മോശമില്ല ഞാൻ എന്നുള്ള ചില വിശ്വാസങ്ങൾ നമ്മൾ തൽക്കാലത്തിനെങ്കിലും വിശ്വസിച്ചെടുക്കുക. ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സെൽഫ് കോൺഫിഡൻസ് ഉള്ള ആളായി നമുക്ക് തീരാൻ കഴിയും. പക്ഷെ ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ മാറ്റേണ്ട ചില ഹാബിറ്റ്സുകൾ ഉണ്ടാവും. അത് നമ്മൾ മാറ്റുക. അതോടൊപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കേണ്ട കുറെ കാര്യങ്ങൾ ഉണ്ടാവും, അത് സ്വീകരിക്കുക. എപ്പോഴും നമ്മൾ വിചാരിക്കേണ്ടത് ജീവിതം ഒന്നേ ഉള്ളൂ ഇവിടെ, അതെന്ത് ചെയ്യണം, സുന്ദരമാക്കണം അല്ലെ? ആ സുന്ദരമായ ജീവിതം, അതെന്ന് വെച്ചാൽ എപ്പോഴും ജയിച്ചുകൊണ്ടല്ല ജീവിതം സുന്ദരമാകുന്നത്. ചിലപ്പോൾ പരാജയവും വരും. പരാജയം വരുമ്പോൾ നമുക്ക് വന്നിരുന്ന വിജയങ്ങളെ കുറിച്ച് സന്തോഷിക്കുക. അതോടൊപ്പം വരാനിരിക്കുന്ന സന്തോഷങ്ങളെ കുറിച്ചും ആലോചിച്ച് സന്തോഷിക്കുക. നമുക്ക് പോകാം, കുറെ സ്റ്റെപ്പുകൾ കയറി മുകളിൽ പോയി കഴിഞ്ഞാൽ കുറെ സന്തോഷങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ടെന്ന് വിചാരിച്ചു നോക്കൂ. കുറെ സന്തോഷമുള്ള ആളുകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. കുറെ മാർഗങ്ങൾ നമുക്ക് അവിടെ തുറന്നു വെച്ചിട്ടുണ്ട്. വിശ്വസിച്ചോ, എന്റെ കൂടെ പോകുന്നു. അങ്ങനെ വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ നമുക്കും ജീവിക്കാം. നമുക്കും ഒരു നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയായി, മറ്റുള്ളവർക്ക് ഉപകാരമുള്ളതായി, സ്വയം ഉപകാരമുള്ളതായി ഈ ജീവിതത്തിൽ നിന്ന് പതുക്കെ അങ്ങ് യാത്ര പറയാം കേട്ടോ. അങ്ങനെ യാത്ര പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് നമ്മളെ കുറിച്ച് മറ്റുള്ളവർ ഓർക്കണം, ഇവരൊക്കെ നല്ലതായിരുന്നു, അതായത് ഇവിടെ ഉണ്ടാകുമ്പോൾ ഉപകാരമായിരുന്നു എന്ന് അപ്പോഴെങ്കിലും അല്ലെങ്കിൽ അപ്പോഴും നമ്മളെ കുറിച്ച് തിരിച്ചറിയണം. ഏതായാലും ഇതൊക്കെ പറയുമ്പോഴേ കറണ്ട് വീണ്ടും അങ്ങ് പോയിട്ടുണ്ട്. തൽക്കാലം എന്റെ സമയം ഇവിടെ അവസാനിച്ചതായിട്ട് അറിയിപ്പും കിട്ടിയിട്ടുണ്ട്. ഏതായാലും ഇത്രയും നേരം എന്നെ ശ്രവിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. എന്നെ ഓക്കെ, യെസ്. അപ്പോ എംപവർ 360 ഡിഗ്രിയുടെ സ്പാർക്ക് 2K24 രണ്ടാമത്തെ എഡിഷൻ ആണ് ഇപ്പോൾ ഇവിടെ സമാപിച്ചിരിക്കുന്നത്. ഖദീജത്ത, താങ്ക് യു സോ മച്ച്. നമ്മൾക്ക് വലിയ പ്രതീക്ഷയാണ് അല്ലെ, ചിലരുടെ ക്ലാസ് വരുന്ന സമയത്ത് നമ്മൾ വളരെ എക്സ്പെക്ടേഷനിലിരിക്കും. നന്നായിരിക്കും എന്നുള്ളത് നമുക്ക് ബോധ്യമാണ് 100%. ഒന്ന്, വളരെ ഊർജത്തിലാണ് പ്രസന്റേഷൻ, സ്പോണ്ടേനിറ്റി ഉണ്ട്, നല്ല ഫൺ കൊളാബറേഷൻ ആണ്. കാരണം ചെറിയ ടോപ്പിക് ആകട്ടെ വലിയ ടോപ്പിക് ആകട്ടെ അവനവന്റേതായിട്ടുള്ള ശൈലിയിൽ, സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയിൽ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പ്രസന്റേഷൻ, അവിടെ നമ്മളെ ക്യാച്ച് ചെയ്യിപ്പിക്കുന്ന, അവിടെ തന്നെ പിടിച്ചിരുത്തത്തക്ക വിധത്തിലുള്ള പ്രസന്റേഷൻ. ഹാറ്റ്സ് ഓഫ് ആൻഡ് കൺഗ്രാറ്റുലേഷൻ. വളരെ നന്നായിട്ട് ചെയ്തു. നമ്മൾ ടൈം വല്ലാണ്ട് ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് 8 മണിക്ക് നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഇച്ചിരി എക്സീഡഡ് ആയത്. ഓക്കെ, അത് ടെക്നിക്കൽ ബുദ്ധിമുട്ടായിരുന്നു. ഇന്നിവിടെ കണക്ട് ആയിട്ടുള്ള എല്ലാവരും ഒത്തിരി ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ കേൾക്കാമോ? ഓക്കെ, ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് എംപവർ 360 ഡിഗ്രിയിൽ ഇവിടെ നോട്ടിഫിക്കേഷൻ വരുന്നതിന്റെ ശബ്ദം കൊണ്ടാണ് ഇടയ്ക്ക് സ്കിപ്പ് ആവുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ എംപവർ 360 ഡിഗ്രിയുടെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് ഇന്നും നാളെയായിട്ട് പറയാം. ഇവിടെ ആരൊക്കെ കണക്ട് ആയിട്ടുണ്ടെന്ന് എനിക്ക് അറിയുന്നില്ല. ജസ്റ്റ് പേര് പറഞ്ഞ് ലീവ് ചെയ്താൽ വളരെ സന്തോഷം. ആൻഡ് താങ്ക് യു സോ മച്ച്. ഇന്ന് വെൽക്കം ചെയ്തിട്ടുള്ള ഫാത്തിമ ആൻഡ് ഓൾസോ ഇന്ന് ക്ലാസ് കണ്ടക്ട് ചെയ്തിട്ടുള്ള ഖദീജത്ത്. ആൻഡ് താങ്ക് യു എവ്രി വൺ ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നിങ്ങളുടെ സമയം, വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി, നമ്മുടെ ഈ ഒരു സെഷന് വേണ്ടി വന്നിരിക്കുകയും അതിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവും എന്ന് തന്നെ വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് എവ്രി വൺ. ബൈ.